അടുത്ത ദിവസം ബാലൻ അമ്മുവിനെ വിളിച്ചു. അന്ന് കോളേജുള്ളത് കൊണ്ട് പോവാൻ വേണ്ടി റെഡിയാവുകയാണ് ഉണ്ണി. അതിൻ്റെ ഇടയിൽ അവനെയും ബാലൻ വിളിച്ചു വരുത്തി. രണ്ടുപേരും ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ഛാ? ഉണ്ണി ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചില്ലേ? അവനെ നോക്കി ബാലൻ ചോദിച്ചു. ആലോചിച്ചു. എനിക്ക് എനിക്ക് സമ്മതാണ്, അവൻ പതിയെ പറഞ്ഞു. അപ്പോഴേക്കും സുമ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അത് കേട്ടപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഉള്ളം നിറഞ്ഞു. ഒന്നും മനസ്സിലാവാത്ത പോലെ അമ്മു എല്ലാവരെയും നോക്കി. മോളെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ നിന്നോട് അക്കാര്യം പറയണമെന്നറിയില്ല. പക്ഷേ അത് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് സാധിക്കാൻ ആവാതെയാവും. അതും പറഞ്ഞ് ബാലൻ അമ്മുവിൻ്റെ തോളിൽ പതിയെ തട്ടി. ഒന്നും മനസ്സിലാവാതെ അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. എന്താ അച്ഛാ കാര്യം എന്നും ചോദിച്ച് അവൾ ബാലൻ്റെ മുന്നിലേക്ക് നിന്നു. അപ്പോഴേക്കും 9 മണിയുടെ അലാറം മുഴങ്ങി. അയ്യോ അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം. അപ്പേട്ടന് മരുന്ന് കൊടുക്കാനുള്ള അലാറാണ് കേട്ടത്. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നതും ബാലൻ അവളുടെ കയ്യിൽ പിടിച്ചു. നീ ഇനി അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അവൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തി എന്ന ബന്ധം മാത്രമേ നീയും അവനും തമ്മിലുള്ളൂ. മറ്റൊരു കാര്യം കൊണ്ടും നീ അവൻ്റെ ആയിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നീ അവൻ്റെ ആരുമല്ല. അവൻ്റെ കാര്യം നോക്കാൻ ഞാനൊരു ഹോം നേഴ്സിനെ വയ്ക്കുന്നുണ്ട്. നീ ഇനി മുതൽ അവൻ്റെ ഭാര്യയല്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്നെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നും പറഞ്ഞ് ബാലൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മോളെ, നീ എന്ന ബാധ്യത ഞങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് കരുതരുത്. നീ ഞങ്ങൾക്ക് മകൾ തന്നെയാണ്. നിന്നെ ഞങ്ങൾ ഒരിക്കലും അകലേക്ക് അയക്കില്ല. നിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണണം. അതുകൊണ്ട് നിന്നെ ഉണ്ണിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതും പറഞ്ഞ് സുമ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ ഒരു ഞെട്ടലോടെ ബാലനെയും സുമയെയും ഉണ്ണിയെയും മാറി മാറി നോക്കി. അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതായി അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇല്ല, എനിക്കതിനാവില്ല. അപ്പുവേട്ടൻ്റെ പെണ്ണാണ് ഞാൻ. ആ സ്ഥാനത്ത് ഇനി ആരും വരില്ല. എനിക്കതിനാവുകയുമില്ല എന്നും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു. മോളെ, നീ പറയുന്നത് അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും. പക്ഷേ നിന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാവുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കാവുന്നില്ല മോളെ. വേറെ ആരുമല്ല, ഉണ്ണിയാണ്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നീ സമ്മതമല്ലെന്ന് മാത്രം പറയരുത് മോളെ. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. അതും പറഞ്ഞ് സുമ അവളുടെ മുടിയിഴകൾ തലോടി. എന്തുറപ്പാണ് അപ്പു തിരിച്ച് ജീവിതത്തിലേക്ക് പഴയതുപോലെ വരും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവന് വേണ്ടി നിന്റെ ജീവിതം ബലി കൊടുക്കുക? ഇല്ല മോളെ, വർഷങ്ങൾ എത്ര നീണ്ടു. അവൻ്റെ അവസ്ഥ പഴയതിനേക്കാൾ വഷളായി വരികയാണ്. അവൻ മരണപ്പെട്ടാൽ പിന്നെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ നീയ്? ഒരു ഐഡൻറ്റിറ്റി വേണം നിനക്ക് എന്നും. അപ്പു ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയാവും. പിന്നെ നിനക്കിവിടെ ജീവിക്കണമെങ്കിൽ ഒരു കൂട്ട് വേണം. അതില്ലെങ്കിൽ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തും. നിനക്കാരുമില്ല എന്നറിഞ്ഞ നിന്നെ പിന്തുടരാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത്രയും പറഞ്ഞ് ബാലൻ അവളെ നോക്കി. അവളുടെയും ബാലൻ്റെയും സുമയുടെയും ഉണ്ണിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. ഇല്ല അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിനാവില്ല. എന്നെ ആരും എന്താ മനസ്സിലാക്കാത്തത്? അപ്പുവേട്ടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കാത്തിരുന്നോളാം, എത്ര കാലം വേണമെങ്കിലും. പക്ഷേ എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത്. ഞാൻ ഉണ്ണിയേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ കാണാനും എനിക്കാവില്ല. എന്നെ വെറുതെ വിടണം അച്ഛാ. അതും പറഞ്ഞ് അവൾ ബാലൻ്റെ കാലിലേക്ക് വീണു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കതിന് സാധ്യമല്ല എന്നും പറഞ്ഞ് ബാലൻ അവളെ അയാളുടെ കാലിൽ നിന്ന് വേർപ്പെടുത്തി. ശേഷം നടക്കാൻ തുനിഞ്ഞു. അച്ഛാ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വീണു. ഇല്ലമ്മു, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല.
എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ വേഗത്തിൽ സുമയുടെ അടുത്തേക്ക് നടന്നു. അമ്മ, ഒന്ന് പറ അമ്മ, എനിക്ക് അപ്പേട്ടനെ മാത്രമേ ഈ ജന്മം സ്വീകരിക്കാനാവൂ. ഉണ്ണിയേട്ടനെ എനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇവിടെ അപ്പേട്ടനെ നോക്കിക്കഴിഞ്ഞോളാം. എന്നെ കൈവിടല്ലേ അമ്മ എന്നും പറഞ്ഞ് അവൾ സുമയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് കരഞ്ഞു. മോളെ, എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ഞങ്ങൾ നിന്റെ നന്മയും സന്തോഷവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് സുമയും അവിടെ നിന്ന് കണ്ണുനീർ ഒപ്പിക്കൊണ്ടുപോയി. അല്പനേരം അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അതിനിടയിൽ അവൾ ഉണ്ണിയെ അവിടെ കണ്ടു. അവനും കരയുകയാണ്. ഉണ്ണിയേട്ടാ, ഞാൻ ഒരിക്കലും ഏട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കിനി അതിനാവുകയുമില്ല. എനിക്ക് അപ്പേട്ടനെ ഈ ജന്മം മറക്കാനാവില്ല. എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിട്ട് മറ്റൊരു സന്തോഷ ജീവിതം എനിക്കുണ്ടാവില്ല. എന്നെ ഉണ്ണിസാർ എങ്കിലും മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവന് നേരെ കൈകൂപ്പി. നോക്കമ്മോ, എനിക്ക് നിൻ്റെ സങ്കടം മനസ്സിലാവും. നീ ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും നിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അതിലും നല്ലത് ഈ വിവാഹം നടക്കുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ നിനക്ക് അപ്പേട്ടനെ കാണാമല്ലോ. ആലോചിക്ക്, എന്നിട്ട് ഒരു തീരുമാനമെടുക്ക് എന്നും പറഞ്ഞ് അവനും അവിടെ നിന്നു പോയി. അവൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അമ്മു അവിടെ തന്നെ ഒരു പ്രതിമയെപ്പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ഹൃദയം വെമ്പി.